പുറത്തിലേക്ക് സ്വാഗതം. മേളങ്ങളും ആരവങ്ങളും ഇല്ലാതായിട്ട് മാസങ്ങളായി. കോവിഡിന്റെ വരവോടെ മേളക്കാരുടെ മാത്രമല്ല വാദ്യോപകരണങ്ങളിലൂടെ ജീവിതമാർഗം കണ്ടെത്തുന്ന നിരവധി കുടുംബങ്ങളാണ് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. ചെണ്ടയും തപ്പും ഇലത്താളവുമൊക്കെ തേടി പലരും എത്താറുള്ള ഊരകം സ്വദേശി സുനിലിന്റെ വീട്ടിൽ 500ഓളം ചെണ്ടകളാണ് മാസങ്ങളായി ഉപയോഗിക്കാതിരിക്കുന്നത്. കോവിഡ് മൂലം ഉത്സവ പെരുന്നാൾ ആഘോഷങ്ങൾ ഇല്ലാതായതോടെ വാദ്യോപകരണങ്ങൾ വാടകയ്ക്ക് നൽകൽ, ഇവയുടെ വിൽപ്പന, നിർമ്മാണം എന്നിവയെല്ലാം നിലച്ചു. ഇപ്പോൾ ജീവിതം എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് അറിയാത്ത അവസ്ഥയിലാണ് ഇവരുടെ കുടുംബങ്ങൾ. ചെണ്ടകളുടെ വിൽപ്പനയും വാടകയ്ക്ക് നൽകലും സജീവമായിരുന്ന സമയത്താണ് കോവിഡ് വ്യാപിക്കുന്നതും ആഘോഷങ്ങൾക്ക് വിലക്കേർപ്പെടുത്തുന്നതും. ഉത്സവങ്ങൾക്ക് പുറമെ സ്കൂൾ കലോത്സവം, ഓണാഘോഷ പരിപാടികൾ എന്നിവയെല്ലാം നിലച്ചതോടെ വാദ്യോപകരണങ്ങൾക്ക് ആവശ്യക്കാർ ഇല്ലാതായി. ഇതോടെ വാദ്യോപകരണങ്ങൾ വാടകയ്ക്ക് നൽകുന്നവർ പ്രതിസന്ധിയിലായി. ലോക്ക്ഡൌൺ എന്ന് തീരുന്നു, അന്ന് സാധാരണ നിലയിലേക്ക് നമുക്ക് ഇതെല്ലാം വാടകയ്ക്ക് കൊടുത്തു വരണമെങ്കിൽ നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാതിരിക്കാനും നിർവാഹമില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ സമ്പാദ്യവും അതുപോലെ തന്നെ ലോണെല്ലാം എടുത്തിട്ടാണ് ഇതിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് ഇതിലൊരു മാറ്റം ഗവൺമെന്റ് തലത്തിൽ വരണമെന്നും മറ്റുള്ള നിയന്ത്രണങ്ങൾ കുറച്ച് വന്നതുപോലെ തന്നെ ഈ മേഖലയിലേക്കും നിയന്ത്രണങ്ങൾ കുറച്ച് മാറ്റങ്ങൾ തന്ന് ഞങ്ങളെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കണമെന്നും അഭ്യർത്ഥിക്കുന്നു. നീണ്ടകാലം ഉപയോഗിക്കാതിരിക്കുന്നതിനാൽ ഇവയെല്ലാം തോൽ പൊട്ടിയും പൂപ്പൽ കയറിയും നശിച്ചുപോയി തുടങ്ങി. 12,000 മുതൽ 14,000 രൂപ വരെയാണ് ഒരു ചെണ്ടയുടെ വില. അറ്റകുറ്റപ്പണി നടത്തി ചെണ്ട ഉപയോഗപ്രദമാക്കാനും ഇത്ര തന്നെ പണം ചെലവാക്കണം. ഇത് വലിയ ബാധ്യത ഈ മേഖലയിൽ സൃഷ്ടിക്കും. ന്യൂസ് 18 തൃശൂർ. അധികമാർക്കും അറിയാത്ത ഒരുപാട് പേർ എത്തിപ്പെടാത്ത മനോഹര ഭൂപ്രദേശങ്ങൾ ഒരുപാടുണ്ട് നമ്മുടെ നാട്ടിൽ. അത്തരം ഒന്നാണ് തിരുവനന്തപുരം വെമ്പായത്തിനടുത്തുള്ള തമ്പുരാൻ പാറ. സമുദ്രനിരപ്പിൽ നിന്ന് 700 അടിയിലേറെ ഉയരത്തിലാണ് പ്രകൃതിയുടെ ഈ അത്ഭുതം. അവിടേക്ക് ഒരു യാത്ര പോകാം ഇനി. ഇതാണ് തമ്പുരാൻ പാറയുടെ പ്രധാന കവാടം. ഇവിടെ നിന്ന് ആ പടികൾ കയറി മുകളിലെത്തിയാൽ ആദ്യം തമ്പുരാട്ടിപ്പാറ കാണാം. തൊട്ടുമുകളിൽ തമ്പുരാൻ പാറ. ഈ കയറ്റം പാറയ്ക്കിപ്പോൾ അത് അനുഭവിച്ചു തന്നെ അറിയണം. അതിന് ഇവിടെ വരണം. പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി കണ്ണൂർ ആലക്കോട് നിന്നുള്ള ഒരു മൺവീടിന്റെ വിശേഷങ്ങളാണ് ഇനി. മണ്ണ് കുഴച്ച് ചുമരുണ്ടാക്കി ഓടുമേഞ്ഞ ഈ വീട് കൈപ്പള്ളിൽ ജോസ് എന്ന കർഷകനാണ് നിർമ്മിച്ചിരിക്കുന്നത്. ആരെയും ആകർഷിക്കുന്ന തരത്തിലാണ് വീടിന്റെ നിർമ്മാണം. തറയും ചുമരുമെല്ലാം പൂർണ്ണമായും മണ്ണിൽ തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. വെള്ളം നേരിട്ട് പതിക്കുന്ന ഭാഗങ്ങളിൽ മാത്രം സിമന്റ് കൊണ്ട് ബ്ലാസ്റ്റ് ചെയ്തിട്ടുണ്ട്. മേൽമണ്ണ് ഒഴിവാക്കി 1 മീറ്റർ താഴ്ചയിലുള്ള മണ്ണാണ് ചുമർ നിർമ്മിക്കാൻ ഉപയോഗിച്ചത്. വെള്ളം കൂട്ടി പാകത്തിന് കുഴച്ചെടുത്തതിന് ശേഷമായിരുന്നു ചുമർ നിർമ്മാണം. രണ്ടു വർഷം മുൻപ് തുടങ്ങിയ വീട് നിർമ്മാണം കഴിഞ്ഞ ദീപാവലി ദിനത്തിലാണ് പൂർത്തിയായത്. മേൽക്കൂരയുടെയും ഫർണിച്ചറുകളുടെയും നിർമ്മാണത്തിന് മാത്രമാണ് തൊഴിലാളികളെ പുറത്തുനിന്നും കൂട്ടിയത്. ജോസിന്റെ മൺവീട് നിർമ്മാണത്തെ ആദ്യം പരിഹസിച്ചവരെല്ലാം ഇന്ന് അദ്ദേഹത്തിന്റെ ആരാധകരാണ്. 100 വർഷമായാൽ പോലും ഇത്തരം വീടുകൾക്ക് കേടുപാടുകൾ ഉണ്ടാകാനിടയില്ലെന്ന് കാർഷിക മേഖലയിൽ വ്യത്യസ്തങ്ങളായ പരീക്ഷണം നടത്തി ശ്രദ്ധേയനായ ജോസ് പറയുന്നു. തറ തൊട്ട് ഭിത്തി മുഴുവൻ മണ്ണേലാണ്. ഒരു ഏറ്റവും കുറഞ്ഞത് ഒരു മനുഷ്യായുസിന് ഈ പെര ധാരാളം മതി. 60 കൊല്ലത്തിന് മുകളിൽ ഈ പെരയ്ക്ക് ആയുസുണ്ട്. പിന്നെ ഈ പെരകൾ സംബന്ധിച്ച് പറഞ്ഞാൽ ഓടും മരമാണ് മുകളിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു തെങ്ങൊടിഞ്ഞ് വീണാൽ പോലും ഓട് പൊട്ടും കഴുക്കോലൊടിയും എന്നുള്ളതല്ലാതെ ഒരു കാരണവശാലും ഈ ഭിത്തിക്ക് യാതൊരു കേടും സംഭവിക്കില്ല. ഇത്ര ഉറപ്പാണ് മൺവീടിന്. നല്ല നാച്ചുറൽ AC-യുമാണ്. ചിലവ് തീരെ കുറവുമാണ്. ആഡംബരങ്ങളും ആർഭാടങ്ങളുമില്ലാതെ, പണം ഒരുപാട് ചെലവഴിക്കാതെ, കുടുംബത്തിന്റെ മാത്രം അധ്വാനത്തിലൂടെ നിർമ്മിച്ചെടുത്ത വീട്ടിൽ താമസിക്കാനായതിന്റെ സന്തോഷവും അദ്ദേഹം മറച്ചുവെക്കുന്നില്ല. ഹാളും ബെഡ്റൂമും അടുക്കളയും ബാത്റൂമും അടങ്ങിയതാണ് ഈ കൊച്ചു വീട്. വർഷങ്ങളായി കൃഷിയിടത്തിൽ നിന്നിരുന്ന തെങ്ങാണ് വാതിലിനും സീലിംഗിനുമെല്ലാം ഉപയോഗിച്ചിരിക്കുന്നത്.
ടൈലുകളുടെ തിളക്കമുള്ള തറകൾക്ക് പകരം അടിച്ചുറപ്പിച്ച മണ്ണിൽ സിമന്റ് കൊണ്ട് പരുക്കനിട്ടു. അടുക്കളയിൽ ഗ്യാസ് അടുപ്പിനൊപ്പം പരമ്പരാഗത വിറകടുപ്പ്, ഇരിക്കാൻ മണ്ണിലും തെങ്ങിലും നിർമ്മിച്ച ഇരിപ്പിടങ്ങൾ, പ്രകൃതിയുടെ കാഴ്ചകൾ കാണാൻ ഒരു തട്ടിൻപുറം. ഇങ്ങനെ ഒരുപാട് വിശേഷങ്ങളുണ്ട് ഈ വീടിന്. ലാളിത്യമാർന്ന വീടും ജീവിതവും എന്നൊക്കെ പറയുന്നതിന് പകരം ജീവിച്ച് കാണിച്ച് മാതൃക സൃഷ്ടിക്കുകയാണ് ജോസും കുടുംബവും. ന്യൂസ് 18 ആലക്കോട്. പാലക്കാട് പെരുമാട്ടി പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന മാരിമുത്തുവിന്റെ വിശേഷങ്ങളാണ് ഇനി. കള്ളുചെത്ത തൊഴിലാളിയായ മാരിമുത്തു പ്രസിഡന്റായപ്പോഴും തൊഴിൽ ഉപേക്ഷിച്ചിരുന്നില്ല. ഈ തെരഞ്ഞെടുപ്പിൽ മാരിമുത്തു ഇത്തവണ അംഗത്തിനില്ല. നല്ല മധുരക്കള്ളിനായി ചെത്തിയൊരുക്കി തെങ്ങിൽ മാട്ടം വയ്ക്കുന്നത് പെരുമാട്ടി പഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റാണ് മാരിമുത്തു. മുൻ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ അടുത്തിടെ കാലാവധി കഴിഞ്ഞ ഭരണസമിതിയുടെ പ്രസിഡന്റ്. സംസ്ഥാനത്ത് ജനതാദൾ ഭരിക്കുന്ന പഞ്ചായത്താണ് പെരുമാട്ടി. ജനതാദളിന്റെ ഉരുക്കുകോട്ട. ജനതാദൾ പ്രവർത്തകനായിരുന്ന മാരിമുത്തു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലാണ് ആദ്യമായി മത്സരിക്കുന്നതും പ്രസിഡന്റാവുന്നത്. പ്രസിഡന്റാവുന്നതിന് മുമ്പ് മാരിമുത്തു നല്ല അസൽ ചെത്തുകാരനായിരുന്നു. പ്രസിഡന്റായപ്പോഴും ചെത്തുതൊഴിൽ ഒഴിവാക്കിയിരുന്നില്ല. ഇപ്പോഴും ജീവിക്കാനായി ചെത്തു തുടരുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ മാരിമുത്തു മത്സരത്തിനില്ല. എന്നാൽ മത്സരിക്കുന്നവരോട് മാരിമുത്തുവിന് സ്നേഹോപദേശം നൽകാനുണ്ട്. പ്രസിഡന്റായ കാലത്തെ അനുഭവങ്ങളെക്കുറിച്ച് മാരിമുത്തു പറയുകയാണ്. മാരിമുത്ത് ഈ ചെത്തുതൊഴിലാളിയായിരിക്കുമ്പോഴാണ് പഞ്ചായത്ത് പ്രസിഡന്റായത്. പക്ഷേ ഈ പ്രസിഡന്റായിരിക്കുന്ന സമയത്തും തൊഴിൽ ഉപേക്ഷിച്ചിരുന്നില്ല. എങ്ങനെയായിരുന്നു ഇത് രണ്ടും കൂടി ഒരുമിച്ച് കൊണ്ടുപോയത്? കുറച്ച് ബുദ്ധിമുട്ടൊക്കെ തന്നെയായിരുന്നു. രാവിലെ സാധാരണ 3:30 എണിക്കും. 3:30 എണിച്ച് ഇവിടെ ഒന്ന് ചെത്ത് കഴിഞ്ഞ് പോകുമ്പോൾ 6 മണി, ഏകദേശം 6 മണിയാവും. ഇത് കഴിഞ്ഞിട്ടാണ് പഞ്ചായത്തിൽ പോകുന്നത്. ഉറങ്ങാൻ സമയം കിട്ടില്ല. പിന്നെ വൈകിട്ട് അതുപോലെ തന്നെയാണ് 6 മണിക്ക് ചെത്താനിറങ്ങണം. അപ്പോൾ അവിടുത്തെ പഞ്ചായത്തിലുള്ള തിരക്കുകളും കാര്യങ്ങളും എങ്ങനെയാണെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ചായിരിക്കും. ഇത്തിരി ഉറങ്ങാനൊക്കെ പാടാണ്. ഇത്തിരി ബുദ്ധിമുട്ട് തന്നെയാണ്. ബുദ്ധിമുട്ട് തന്നെയായാലും കുഴപ്പമില്ല. അത് എൻ്റെ ഒരു സാമ്പത്തികമായിട്ടുള്ള സാഹചര്യങ്ങൾ അങ്ങനെയുള്ള കാരണം കൊണ്ടാണ് രണ്ടും കൂടി കൊണ്ടുപോയത്. അത് റിസ്ക് എടുക്കാൻ ഞാൻ തയ്യാറായിരുന്നു. ഈ പ്രസിഡന്റ് എന്ന നിലയിലുള്ള പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് നോക്കിക്കണ്ടത്? പ്രസിഡന്റ് എന്നുള്ള ഒരു ജീവിതം വലിയൊരു സംഭവമാണ്. എനിക്ക് സാധാരണ ഒരു പാവപ്പെട്ട കുടുംബത്തിൽ ജീവിച്ചു വന്ന ഒരാൾക്ക് ആ ഒരു വലിയൊരു സംവിധാനത്തിൽ പോയി ഇരിക്കുമ്പോൾ ഈ സാധാരണക്കാർ പാവം എന്താണ് പഞ്ചായത്ത്, എന്താണ് ആനുകൂല്യം, എന്താണ് ഇങ്ങനെ ഒന്നും അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. കിഴക്കൻ മേഖലയിലും മാത്രമല്ല, പൊതുവെ ഗ്രാമപഞ്ചായത്തിലുണ്ടാവും. എനിക്ക് കിട്ടിയ അനുഭവം നമുക്ക് ഇങ്ങനൊരു സംവിധാനം, അതായത് പഞ്ചായത്തിൽ നിന്ന് എത്രയും ആളുകൾക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു നല്ലൊരു അനുഭവമായിരുന്നു. അപ്പോൾ അങ്ങനെ നിറയെ നല്ലൊരു സംവിധാനമാണ് പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ളത്. ഒരു വലിയൊരു, ഇപ്പോൾ സാധാരണ ഒരു കഷ്ടപ്പെടുമ്പോൾ ഒരാൾ പോയി അമ്പലത്തിൽ തൊഴുതുമ്പോൾ ദൈവമേ എനിക്കിത് വേണം അത് വേണം പറയും. അതുപോലെയാണ് ജനപ്രതിനിധികളെ കാണുന്നത് ആളുകൾ. അപ്പോൾ അതൊരു അത്രയും നല്ലൊരു സംവിധാനമാണ്.
തൊഴിലും രാഷ്ട്രീയ പ്രവർത്തനവും ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിലാണ് മാരിമുത്തു. പ്രസിഡന്റായപ്പോൾ ഒട്ടേറെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞതിന്റെ അഭിമാനവും മാരിമുത്തിനുണ്ട്. കോവിഡ് പ്രതിസന്ധിയിൽ അതിജീവനത്തിന്റെ പുതിയ മാർഗം തേടുകയാണ് മലപ്പുറം ചങ്ങരംകുളത്തെ ഒരു കൂട്ടം യുവാക്കൾ. സംസ്ഥാന പാതയിൽ യുവാക്കളുടെ നേതൃത്വത്തിൽ അലങ്കാര പൂക്കളുടെ കച്ചവടം പൊടിപൊടിക്കുകയാണ്. കോവിഡ് പ്രതിസന്ധിയിൽ അതിജീവനത്തിന്റെ പുതിയ മാർഗം തേടുകയാണിവർ. കോവിഡിന് ശേഷം വഴിയോര കച്ചവടങ്ങൾ സജീവമാവുകയാണ്. ജീവിതമാർഗം വഴിമുട്ടിയപ്പോൾ പ്ലാസ്റ്റിക് പൂക്കളുമായി പാതയോരത്ത് ഇടം പിടിച്ചിരിക്കുകയാണ് ഒരു കൂട്ടം ചെറുപ്പക്കാർ. ായിട്ട് പണിയൊന്നുമില്ല, ഷോപ്പുകളും ഇല്ല. അപ്പോൾ നമ്മൾ ഷോപ്പിൽ സാധനമായിട്ട് നമ്മളിവിടെ കച്ചവടം ചെയ്യാമെന്ന് മാത്രമാണ്. ജീവിക്കാനുള്ള വേറെ മാർഗമൊന്നുമില്ല. അപ്പം ഇങ്ങനെയായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് പോവുകയാണ്. ചങ്ങരംകുളം സംസ്ഥാന പാതയിലാണ് യുവാക്കളുടെ നേതൃത്വത്തിൽ അലങ്കാരപ്പൂക്കളുടെ കച്ചവടം. ലോക്ഡൌണിനെ തുടർന്ന് ജോലി നഷ്ടപ്പെട്ടതോടെയാണ് വരുമാനം കണ്ടെത്താൻ പുതിയ മാർഗവുമായി യുവാക്കൾ രംഗത്തെത്തിയത്. ന്യൂസ് 18 ചങ്ങരംകുളം. നാട്ടിൻ പുറത്തിൽ ഇനിയൊരു ഇടവേള. Launching soon, One India Food Products, the taste. channels, 15 languages, 26 states, 1,200 plus reporters, 66.9 crore viewers. India's largest news network, News 18 Network. channels, 15 languages, 26 states, 1,200 plus reporters, 66.9 crore viewers. India's largest news network, News 18 Network. ഇത്തവണ ഭക്തർക്ക് പ്രവേശനമില്ല. തീർത്ഥാടകർ പുണ്യമായി കരുതിയിരുന്ന ഉരൽക്കുഴിയിലേക്ക് ഞങ്ങൾ ഒരു യാത്ര പോകുകയാണ്. ജി ശ്രീജിത്തിന്റെ റിപ്പോർട്ട്. ഭക്തർ നിറഞ്ഞുപോയിരുന്ന ഈ കാനനപാത ഇന്ന് നിശബ്ദമാണ്. ഒറ്റയടിപ്പാതയിൽ പലയിടത്തും കാട് കയറി. പാണ്ടിത്താവളത്തിൽ നിന്നും വളരെ കുറച്ചു ദൂരം സഞ്ചരിച്ചാൽ ഈ കാട്ടരുവിയിലെത്താം. ഉരൽ പോലെ കുഴിയുള്ള ഉരൽക്കുഴി. ഇന്ന് ഇവിടം ഭക്തരുടെ സ്പർശനമില്ലാതെ നിറഞ്ഞൊഴുകുകയാണ്. പുല്ലുമേട് വഴി കാനനയാത്ര നടത്തി അയ്യപ്പനെ കാണാനെത്തുന്നവരാണ് ഉരൽക്കുഴിയിലെ തീർത്ഥജലത്തിൽ മുങ്ങി സായുജ്യം നേടിയിരുന്നത്. കിലോമീറ്ററുകൾ വനയാത്ര നടത്തിയെത്തുന്നവർക്ക് ഈ തീർത്ഥജലം ക്ഷീണമകറ്റിയിരുന്നു. ഉരൽക്കുഴി തീർത്ഥാടകർക്കായി കാത്തിരിക്കുകയാണ്. വരുന്ന തീർത്ഥാടന കാലത്തെങ്കിലും ഭക്തർക്ക് ഇവിടെ എത്തി മുങ്ങിക്കുളിച്ച് അയ്യപ്പ ദർശനത്തിന് കഴിയട്ടെ. തെരഞ്ഞെടുപ്പ് പോസ്റ്റർ ഒരുക്കുന്നതിൽ കാസർഗോഡ് ബേഡകത്തെ LDF സ്ഥാനാർത്ഥികൾ വേറെ ലെവലാണ്. സിനിമാ സ്റ്റൈലിൽ ഉള്ള ഇവരുടെ പ്രചരണ പോസ്റ്ററുകളാണ് ഇപ്പോൾ നാട്ടിലെ സംസാര വിഷയം.
കാലത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാർട്ടികൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി പ്രചാരണത്തിൽ പുതുമയാണ്. സോഷ്യൽ മീഡിയ തന്നെയാണ് ഏറ്റവും നല്ല പ്രചാരണ മാധ്യമമെന്ന് ബോധ്യപ്പെട്ടതിനെ തുടർന്നാണ് ബേഡടുക്ക പഞ്ചായത്തിലെ സ്ഥാനാർത്ഥികൾ ഫോട്ടോഷൂട്ടുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ടീഷർട്ടുകളിലും കീചെയിനുകളിലും മാസ്കുകളിലും പാർട്ടി ചിഹ്നവും സ്ഥാനാർത്ഥിയുടെ ചിരിക്കുന്ന ചിത്രവും സംസ്ഥാനത്ത് എല്ലായിടത്തും കാണാം. എന്നാൽ തെരഞ്ഞെടുപ്പ് പോസ്റ്റർ ഒരുക്കുന്നതിൽ ബേഡകത്തെ സ്ഥാനാർത്ഥികൾ വ്യത്യസ്തരാകുന്നത് ഇങ്ങനെയാണ്. സ്ഥാനാർത്ഥികളുടെ പ്രചാരണ പോസ്റ്ററുകൾ കണ്ടാൽ സിനിമയാണോ എന്ന് ആദ്യം അത്ഭുതപ്പെടും. കടുവ സിനിമ പോസ്റ്ററിൽ നടൻ പൃഥ്വിരാജ് ജീപ്പിന് മുകളിൽ ഇരിക്കുന്നത് പോലെ ഇരിപ്പുറപ്പിച്ച ചെമ്പക്കാട് നാരായണൻ എന്ന കർഷകൻ. തദ്ദേശ തെരഞ്ഞെടുപ്പിന് കാഹളം മുഴങ്ങിയതോടെയാണ് കാസർഗോഡ് ബേഡകത്തെ LDF സ്ഥാനാർത്ഥികളുടെ വ്യത്യസ്തമായ പോസ്റ്റർ പ്രചാരണം. പയസ്വിനി പുഴയിലൂടെ തോണിയിൽ യാത്രയാകുന്ന പ്രിയ, നാട്ടുമ്പുറത്തെ വല്യമ്മയോട് കുശലം പറയുന്ന ധന്യയും ഗോപാലകൃഷ്ണനും, FC ബൈക്കിൽ വരുന്ന പിള്ളേരോട് സംസാരിക്കുന്ന മാധവൻ. ഇപ്പോൾ ഇവരൊക്കെയാണ് ബേഡകത്തെ താരങ്ങൾ. ഈ പുതിയ കാലത്തെ പ്രചാരണ സാധ്യതകൾ മുഴുവൻ പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് ബേഡക ഗ്രാമപഞ്ചായത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തെ ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി തന്നെ ഞങ്ങൾ ഒരു ടീം ബേഡകം രൂപീകരിച്ചിട്ടുണ്ട്. നമ്മുടെ പഞ്ചായത്തിൻ്റെ പ്രവർത്തനങ്ങളിലും വികസന പ്രവർത്തനങ്ങളിലും സന്നദ്ധ മേഖലയിലുമെല്ലാം കഴിഞ്ഞ എത്രയോ വർഷമായി ചെറുപ്പക്കാരെ ഏറ്റവും ഫലപ്രദമായി ഉപയോഗിക്കുന്ന ഒരു പഞ്ചായത്താണിത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ രാഷ്ട്രീയമായ നയങ്ങളെ ചെറുപ്പക്കാരിലൂടെ എത്തിച്ച് ചെറുപ്പക്കാരിലൂടെ അത് മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ള ഒരു പ്രത്യേക കാഴ്ചപ്പാട് ഈ കഴിഞ്ഞ കാലയളവിൽ ബേഡക ഗ്രാമപഞ്ചായത്ത് മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കോവിഡ് കാലത്ത് പ്രത്യേകമായി പ്രചരണ സംവിധാനങ്ങൾ വേറെ വലിയ തോതിൽ നമുക്ക് മുമ്പ് നടത്തിയ പോലെ പൊതുയോഗങ്ങളും റാലികളും നേതാക്കന്മാരുടെ പരിപാടിയും പ്രസംഗങ്ങളും ഒക്കെ കൊടുക്കുന്നതിൽ പരിമിതി ഉള്ളതുകൊണ്ട് പുതിയ കാലത്തിൻ്റെ സാധ്യത നവമാധ്യമങ്ങളിലൂടെ പ്രചരണമെത്തിക്കുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ടാണ് നമ്മളൊരു പ്രൊഫഷണൽ സംഘത്തെ തന്നെ പ്രയോജനപ്പെടുത്തിയിട്ടുള്ളത്. പഞ്ചായത്തിലെ ഓരോ വാർഡിലെ പോസ്റ്ററിനും ഒരു കഥ പറയാനുണ്ട്. പോസ്റ്റർ ഒരുക്കാനും ഡിസൈൻ ചെയ്യാനുമൊക്കെയായി യുവാക്കളുടെ പ്രത്യേക ടീമും ഇവിടെ സജീവമാണ്. ഇന്നത്തെ ഈ പ്രത്യേക സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജനങ്ങളെ സമീപിക്കാനുള്ള ചില വിഷമമുണ്ട്. കോവിഡിൻ്റെ ഒക്കെ തന്നെ പ്രശ്നമുള്ളത് കൊണ്ട് ജനങ്ങളെ സമീപിക്കാനുള്ള ചില വിഷമമുണ്ട്. അതുകൊണ്ട് തന്നെ ബേഡക പഞ്ചായത്തിലെ ചെറുപ്പക്കാരായിട്ടുള്ള കുറച്ച് ആളുകൾ മാധ്യമരംഗത്ത് ഈ കാര്യങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടി വ്യാപകമായിട്ടുള്ള പ്രചരണങ്ങൾ നടത്തുകയാണ്. പോസ്റ്ററുകൾ ഇതിനകം നവമാധ്യമങ്ങളിൽ വലിയ പ്രചാരണം നേടിക്കഴിഞ്ഞിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പിൽ യുവാക്കൾ സജീവമായി രംഗത്തിറങ്ങിയതോടെ കഴിഞ്ഞ തവണ തലനാരിഴയ്ക്ക് കൈവിട്ട ഒരു സീറ്റുമടക്കം മുഴുവൻ സീറ്റും തൂത്തുവാരുമെന്ന വിശ്വാസത്തിലാണ് ബേഡടുക്ക പഞ്ചായത്തിലെ LDF നേതൃത്വം. ന്യൂസ് 18 കാസർഗോഡ്. തെരഞ്ഞെടുപ്പ് എന്നാൽ ഫോട്ടോ എടുപ്പും പോസ്റ്റർ പതിക്കലും ഉണ്ടായേ തീരൂ. ഫോട്ടോ എടുക്കാനുള്ള പരക്കം പാച്ചിലിലാണ് സ്ഥാനാർത്ഥികൾ എല്ലാവരും തന്നെ. കാലങ്ങളായി നെയ്യാറ്റിൻകരയിലെ മുകുന്ദൻ സ്റ്റുഡിയോയിൽ നിരവധി സ്ഥാനാർത്ഥികളുടെ ഇത്തരത്തിലുള്ള ഫോട്ടോ എടുപ്പ് പതിവാണ്. എന്തുകൊണ്ടാകും ഇത്രയേറെ പേർ ഇവിടേക്ക് എത്തുന്നത്? കണ്ടു തന്നെ അറിയാം. നമ്മളൊരു സ്ഥാനാർത്ഥിയായ ശ്രദ്ധിക്ക് ഒരു ജനത്തിനെ കാണുമ്പോൾ നമ്മളൊരു ചിരിച്ചാണ് വോട്ട് ചോദിക്കുന്നത്. അങ്ങനത്തെ ഒരു ചിരിയാണ് നമുക്ക് വേണ്ടത്. അത് മനസ്സിൽ അതേ കാണാം. വോട്ട് എടുക്കുന്നത് നമ്മൾ ചിന്തിക്കരുത്. ചിരിക്കാത്ത സ്ഥാനാർത്ഥി, മസിൽ പിടിക്കുന്ന സ്ഥാനാർത്ഥി, നാണം കൊണ്ട് മുഖം മറയ്ക്കുന്ന സ്ഥാനാർത്ഥി, ഇവരൊക്കെ മുകുന്ദേട്ടന് മുന്നിൽ ഇങ്ങനെയാണ്. കണ്ണടച്ച് നമ്മള് ഒരാളെ കാണുന്ന രീതിയിൽ കണ്ണ് തുറന്ന് നോക്കി ചിരിക്കുക. ചിരിച്ചേ പിന്നെ അവിടെ കണ്ണടച്ച് മനസ്സ് ക്ലിയറായിട്ട് കണ്ണ് തുറന്ന് ചിരിക്കുക. കണ്ണ് തുറന്ന് ചിരിച്ച് അവിടെ സ്റ്റെപ്സ് വരല്ലേ. ഏത് ചിരിക്കാത്ത സ്ഥാനാർത്ഥിയായാലും ഇവിടെ എത്തിയാൽ വെളുക്കെ ചിരിക്കും. ഇതിനൊക്കെ ഇമ്മണി വലിയ പൊടിക്കൈകളുണ്ടെന്ന് മുകുന്ദേട്ടൻ പറയും. ചില സമയത്ത് സിനിമാ ഡയലോഗ് തന്നെ വേണ്ടിവരും. നെറ്റിയിൽ പോലും ചിരിയുടെ പ്രതിഫലനം വരണം, എങ്കിൽ മാത്രമേ രസമുള്ളൂ. അല്പം ചരിഞ്ഞ് എന്നെ നോക്കി ഒന്ന് ചിരിച്ച് കൊള്ളാം നിങ്ങളെ സിനിമയിൽ ഇപ്പൊ എടുക്കും. എടുത്തു ചിരിച്ച് ഓക്കെ കൊള്ളാം ഒന്നുകൂടെ കൈപ്പത്തിക്ക് വോട്ട് വീഴണമെങ്കിൽ
ഇങ്ങനെ തന്നെ പോസ്റ്റ് ചെയ്യണം. സ്ഥാനാർത്ഥികൾ ജനം ഇഷ്ടപ്പെടണമല്ലോ, അതിനനുസരിച്ചിട്ടുള്ള ഫോട്ടോ എടുക്കുന്നതിൽ മുകുന്ദേട്ടൻ്റെ ഒരു കഴിവ് ഒരു പ്രത്യേകത തന്നെയാണ്. ഒരു സ്ഥാനാർത്ഥിയാകുമ്പോൾ ആ സ്ഥാനാർത്ഥിക്ക് ഒരു ഫ്ലെക്സിനകത്ത് ഏതൊക്കെ രീതിയാണ് എങ്ങനെ വേണ്ട അതിൻ്റെതായ എല്ലാ ക്വാളിറ്റിയും ഒരു നല്ല രീതിയിലൂടെ എടുക്കുന്നുണ്ട്. അതറിഞ്ഞിട്ടാണ് ഈ സ്റ്റുഡിയോ തിരഞ്ഞെടുക്കാനായിട്ട് കാരണം. 1995 തദ്ദേശ തെരഞ്ഞെടുപ്പിലാണ് മുകുന്ദൻ സ്ഥാനാർത്ഥികൾക്കായി പൊടിക്കൈകൾ പയറ്റി തുടങ്ങിയത്. പിന്നീട് ഓരോ പുതിയ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴും ഇവിടേക്ക് സ്ഥാനാർത്ഥികളുടെ ഒഴുക്കാണ്. ഒരു സ്ഥാനാർത്ഥിയെ വളരെ ക്ഷമയോടുകൂടി അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ഇരുത്തി അവർക്ക് അവരുടെ ടെൻഷൻ ഫോട്ടോഗ്രാഫി എന്തോ വലിയ പേടിപ്പെടുത്തുന്ന ഒരു സംഭവമായി അവരെ അവതരിപ്പിക്കാതെ വളരെ സിമ്പിളാണ് ഈ കാര്യം, ഒരു നിമിഷത്തെ ഒരു ചെറിയ കാര്യമാണ് എന്ന് അവർക്ക് ഒരു ദൃഢമായ വിശ്വാസം കൊടുക്കുമ്പോൾ പകുതി ആളുകളും ചിരിക്കുന്ന മനസ്സിലേക്ക് എത്തും എന്നാണ് എൻ്റെ വിശ്വാസം. റെഡി, താടിയൊപ്പം തോത്തെ അല്പം ചെറിഞ്ഞ് ചെറുതായിട്ട് ചിരിച്ച് കൊള്ളാം. സ്ഥാനാർത്ഥിയല്ലെങ്കിലും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് മുകുന്ദേട്ടന്റെ കോച്ചിങ്ങിൽ ഞാനും ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട്. കൊമ്പൻ ആനകൾ ഏറ്റവും കൂടുതൽ ഒരുമിച്ച് നിൽക്കുന്ന ലോകത്തിലെ തന്നെ ഏക സ്ഥലമാണ് ഗുരുവായൂർ ആനക്കോട്ട. ആനകളെ ആരോഗ്യപരമായി പരിപാലിക്കപ്പെടുന്ന ഏക ദേവസ്വവും ഗുരുവായൂർ തന്നെ. ഗജരത്നം പത്മനാഭൻ ചരിഞ്ഞതിനു ശേഷം ഇപ്പോൾ 46 ആനകളാണ് ആനക്കോട്ടയിൽ ഉള്ളത്. പത്മനാഭന് ശേഷം വലിയ കേശവൻ, ഇന്ദ്രസൻ, നന്ദൻ എന്നിവരാണ് ആനക്കോട്ടയിലെ കേമന്മാർ. ക്ഷേത്രത്തിലെ ചടങ്ങുകൾക്ക് ഇവർക്കാണ് 1ാം സ്ഥാനമെങ്കിലും താര എന്ന പിടിയാനയാണ് പ്രായം കൂടിയ ആന. കോവിഡ് കാലത്ത് 6 മാസത്തോളം സന്ദർശകർക്ക് പ്രവേശനം അനുവദിച്ചിരുന്നില്ല. ഉത്സവങ്ങളില്ലാതിരുന്നതിനാൽ ആനകളെ പുറത്തേക്ക് എഴുന്നള്ളിപ്പിനായി അയച്ചിരുന്നില്ല. 12 ആനകൾ ഇപ്പോൾ നീരിലാണ്. പട്ടയും പുല്ലുമാണ് ആനയുടെ തീറ്റ. ബോഡി വെയ്റ്റിന്റെ 5% ദിവസേന നൽകുന്ന ഭക്ഷണം. ഇതുകൂടാതെ ആനയൂട്ട് വഴിപാടായി ഭക്തർ നടത്താറുണ്ട്. 12,000 രൂപയാണ് ആനയൂട്ട് വഴിപാട് തുക. ഓരോ ആനയ്ക്കും 3 പാപ്പാന്മാർ വീതമാണ് ഉള്ളത്. ഇതുകൂടാതെ ആനകളുടെ ആരോഗ്യം കാത്തു സൂക്ഷിക്കുന്നതിനായി 5 അലോപ്പതി ഡോക്ടർമാരും ഒരു ആയുർവേദ ഡോക്ടറും ഉൾപ്പെടുന്ന ജീവധന വിദഗ്ധ സമിതിയുമുണ്ട്. ഇതിനൊക്കെ പുറമെ ദേവസ്വം വർഷത്തിൽ ലക്ഷങ്ങൾ ചിലവഴിച്ച് 30 ദിവസം ആനകളുടെ ആരോഗ്യ സംരക്ഷണത്തിന് സുഖചികിത്സയും നടത്തിവരുന്നു. അക്ഷരാർത്ഥത്തിൽ എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയാണ് ഇത്രയും ആനകളെ ദേവസ്വം പരിപാലിച്ചു പോരുന്നത്. വെയിലും മഴയും ഏൽക്കാതെ ആനകൾക്ക് നിൽക്കാനായി ഷെൽട്ടർ നിർമ്മാണ പ്രവർത്തികൾ പുരോഗമിക്കുകയാണ്. അത് പൂർത്തിയായാൽ ഏകദേശം 30 ആനകൾക്ക് ഷെൽട്ടറാകും. ഇതോടെ മഴക്കാലത്ത് ആനയ്ക്കുണ്ടാകുന്ന പാദരോഗം ഉൾപ്പെടെയുള്ള അസുഖങ്ങളിൽ നിന്നും ആനകളെ മുക്തരാക്കാൻ കഴിയും. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ 6 മാസം ആനക്കോട്ട അടച്ചിട്ടു. എന്നാൽ ഇപ്പോൾ സന്ദർശകരെ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് പ്രവേശിപ്പിക്കുന്നുണ്ട്. ആനക്കോട്ടയിൽ ആനകൾക്ക് നല്ല പരിപാലനം ലഭിക്കുന്നുണ്ടെങ്കിലും ആനക്കോട്ടയുടെ നടുവിൽ നിൽക്കുന്ന പുന്നത്തൂർ കോട്ട ഇതേവരെ സംരക്ഷിക്കപ്പെട്ടിട്ടില്ല എന്നതാണ് ഒരു പോരായ്മയായി ചൂണ്ടിക്കാട്ടാനുള്ളത്. ഒരു വടക്കൻ വീരഗാഥയുടെ 1/4 ഭാഗവും ചിത്രീകരിച്ചത് ഈ പുന്നത്തൂർ കോട്ടയിലാണ്. പൈതൃകം അവകാശപ്പെടുന്ന ഈ കോട്ട തനിമ നിലനിർത്തി സംരക്ഷിക്കപ്പെടുമെന്ന് ദേവസ്വം ഭരണകർത്താക്കൾ പറഞ്ഞിരുന്നെങ്കിലും അത് വൈകുന്നതിൽ മാത്രം ജനങ്ങൾക്ക് പ്രതിഷേധവുമുണ്ട്. ന്യൂസ് 18 ഗുരുവായൂർ. നാട്ടിൻപുറം അവസാനിക്കുകയാണ്. കൂടുതൽ വിശേഷങ്ങളും വാർത്തകളുമായി ഇനി അടുത്തയാഴ്ച കാണാം. നമസ്കാരം.